ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു PSCIM. ഇന്ന് നമ്മൾ ചെറിയൊരു ടിപ്സാണ് പഠിക്കാൻ പോകുന്നത്. ബോറോഡ് ഐഡിയാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ബ്രിട്ടൻ. നമുക്കറിയാം, നമ്മളുടെ ഭരണഘടനയിലെ പല ആശയങ്ങളും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെന്ന് പറയുന്നു? ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചധികം ബ്രിട്ടനിൽ നിന്ന് US എന്നുണ്ട്. അപ്പോൾ ബ്രിട്ടനിൻ്റെയും US നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം 90% മാർക്ക് സ്കോർ ചെയ്തു ഈ ഭാഗത്ത് നിന്നും, കേട്ടോ. അപ്പം ഞാൻ ഏതാണെന്ന് പറയണമെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ നോക്കുക. ആദ്യം ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, കേട്ടോ. അതായത് റിട്ടുകൾ 5 റിട്ടുകളുണ്ട്. മണ്ഡല സഭയുണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ട്, തിരഞ്ഞെടുപ്പ് സംവിധാനമുണ്ട്, കൂട്ടുത്തരവാദിത്തമുണ്ട്, ഏക പൗരത്വമുണ്ട്, പാർലമെൻ്ററി ജനാധിപത്യമുണ്ട്, രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം, നിയമവാഴ്ച. ഇതൊക്കെയാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കുക, കേട്ടോ. റിട്ട് അതിൻ്റെ ഈ റിട്ടിൻ്റെ യുടെയൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു കോഡ് ഉണ്ടാക്കുകയാണ്. സമയം കളയുന്നില്ല, ഞാൻ ഉണ്ടാക്കിയ കോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഋദ്ധി എന്ന CAGയും തിരക്ക് കൂട്ടും സ്പീക്കറും ഏകനായി പാർലമെൻറ്റിൽ രാഷ്ട്രപതിയോടൊപ്പം നിയമവാഴ്ചയ്ക്കായി ഒത്തുകൂടി, കേട്ടോ. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഞാൻ പറയാം. ഋദ്ധി എന്ന് പറഞ്ഞാൽ ഋദ്ധി എന്ന CAGയും തിരക്ക് കൂട്ടും സ്പീക്കറും ഏകനായി പാർലമെൻറ്റിൽ രാഷ്ട്രപതിയോടൊപ്പം നിയമവാഴ്ചയ്ക്കായി ഒത്തുകൂടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഋദ്ധി എന്നുള്ളതിൽ റിട്ടുകൾ കിട്ടി, മണ്ഡലസഭ കിട്ടി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കിട്ടി. ഈ തിരക്കിൽ നിന്ന് എന്ത് കിട്ടി? തിരക്ക് കൂട്ടുകയാണ് സ്പീക്കർ. അപ്പോൾ തിരക്കിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് സംവിധാനം, അത് കൂട്ടുത്തരവാദിത്വം, സ്പീക്കർ, ഏക പൗരത്വം, പാർലമെൻറ്റ്, രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം, നിയമവാഴ്ച. അപ്പോൾ ഇങ്ങനൊരു ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളതൊരു 5-6 പ്രാവശ്യം അങ്ങനെ തമാശയായിട്ട് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. പിന്നെ നിങ്ങൾക്ക് വീണ്ടും ആ ഭാഗം നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ മറക്കില്ല എന്ന് കരുതുന്നു. അടുത്ത ടിപ്സുമായിട്ട് വീണ്ടും PSCIM നിങ്ങളുടെ മുന്നിൽ വരും.